ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാസ് ദ ജേണൽ എൻട്രീസ് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഹോം ബിസിനസ് ഓഫ് ഗാമ ബ്രദേഴ്സ്. ഇത് ഗാമ ബ്രദേഴ്സിൻ്റെ ഒരു ഹോം ബിസിനസ്സാണ്. അപ്പോൾ ഈ ഹോം ബിസിനസ്സിൽ നിന്ന് നമ്മൾ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. 1. എംപ്ലോയി ഹാഡ് ടേക്കൺ ഇൻവെൻട്രി വർത്ത് 1 lakh കോസ്റ്റിംഗ് 75,000 in the event of default. The same was deducted from their salaries in the subsequent month. അപ്പോൾ ഇതിന് എങ്ങനെയാണ് എൻട്രി വരിക? വേജസ് പെയ്ഡ് ഫോർ ഇറക്ഷൻ ഓഫ് മെഷീനറി 15,000 rupees. Long due liability of proprietors 70,000 was paid off by petty cash. Purchase goods from Naveen at a list price of 2 lakh. He allowed 10% trade discount and 5,000 cash discount for quick payment. അപ്പോൾ ഇത്രയാണ് നമ്മളെ എൻട്രീസ്. ഇത് കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻട്രീസ് ആണ്. അപ്പോൾ ഈ എൻട്രീസ് ഒക്കെ ഒന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. എംപ്ലോയി ഹാഡ് ടേക്കൺ ഇൻവെൻട്രി വർത്ത് 1 lakh. In the event of default, the same was deducted from their salary in the subsequent month. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുക? എംപ്ലോയി ഹാഡ് ടേക്കൺ ഇൻവെൻട്രി വർത്ത് 1 lakh. 1 lakhൻ്റെ വിലയുള്ള ഇൻവെൻട്രി എന്ത് ചെയ്തു? എംപ്ലോയി എടുത്തുകൊണ്ടുപോയി. മീൻസ് എംപ്ലോയി പറഞ്ഞു ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തു. കോസ്റ്റ് 75,000 ആണ് കോസ്റ്റ് ഉള്ളത്. ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡിഫാൾട്ട് ദ സെയിം വാസ് ഡിഡക്റ്റഡ് ഫ്രം ദെയർ സാലറീസ് ഇൻ ദ സബ്സിക്വൻറ്റ് മന്ത്. അതെന്താ പറയുന്നത് വെച്ചാൽ എംപ്ലോയി ഇൻവെൻട്രി എടുത്തു 1 lakh rupees വാല്യൂ ഉള്ളത്. പക്ഷെ നമ്മുടെ കമ്പനിക്ക് കോസ്റ്റ് ഒന്ന്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ 75,000 rupees ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് എൻട്രി വരിക? ഇപ്പോൾ എംപ്ലോയി നമ്മളൊരു സാധാരണ ഇൻവെൻട്രി എടുത്തു കൊണ്ടുപോയി സെയിൽ നടന്നു എന്ന് പറയുകയാണെങ്കിൽ അതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മൾ സാധാ സെയിലിൻ്റെ എൻട്രി എങ്ങനെയാണ്? പാർട്ടി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ, പാർട്ടി അല്ലെങ്കിൽ ക്യാഷ് ടു സെയിൽ. ഇപ്പം ഞാൻ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് നമുക്ക് എൻട്രി വരിക അല്ലേ. അപ്പോൾ ഇതിൽ എത്ര എമൗണ്ട്? അപ്പം നമ്മൾ ഈ കേസ് തന്നെ എടുക്കാം. 75,000-നാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിയത്. പർച്ചേസ് പ്രൈസ് 75,000 rupees ആൻഡ് സെയിൽ പ്രൈസ് 1 lakh rupees. 1 lakh rupees-ന് നമ്മൾ സെയിൽ ചെയ്യുന്നു. 75,000 to 1 lakh rupees. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഈ P&L പോവാന്ന് വെച്ചാൽ, P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ഉണ്ടാവുക? particulars amount. അപ്പം ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നമ്മളെ ഇതാണ് ഡെബിറ്റ് സൈഡ്, ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ഈ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്തുണ്ടാവുക? എക്സ്പെൻസസ് ഉണ്ടാവുക. ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഇൻകംസ് ഉണ്ടാവുക. അപ്പം ടു
എന്താണ് നമ്മുടെ എക്സ്പെൻസ് എന്താണ്? ആദ്യം തന്നെ നമുക്ക് പർച്ചേസ് എക്സ്പെൻസ് ഉണ്ട്. പർച്ചേസ് വേണ്ട, പർച്ചേസ് അക്കൗണ്ട് 75,000 എന്ത് നമ്മൾ പർച്ചേസ് നടത്തി. സെയിൽസ് അക്കൗണ്ട് 1 lakh റുപ്പീസിന് എന്തെടുത്തി? നമ്മൾ സെയിലും നടത്തി. അപ്പോൾ ഇതെന്താണ്? ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 2 പാർട്ടായിട്ടാണുള്ളത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ടാമത്തേത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുഡ്സ് എന്ത് ചെയ്തു? മാനുഫാക്ചർ ചെയ്തു. ഗുഡ്സ് മാനുഫാക്ചേർഡ് അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് വാങ്ങിയിട്ട് വിൽക്കുന്ന ഒരു ട്രേഡിംഗ് എൻറ്റിറ്റി ആണെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അതിൽ നമ്മളെ പർച്ചേസ് വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എത്ര രൂപക്കാണോ സെയിൽ ചെയ്ത് വെച്ചാൽ ആ വാല്യൂ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന് വരുന്ന എക്സ്പെൻസസ് എത്രയാണെന്നുള്ളത് അതും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്താൽ നമ്മുടെ കയ്യിലേക്ക് എത്ര കിട്ടും എന്നുള്ളത്, ഡയറക്റ്റായിട്ട് എത്ര ഇൻകം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാവുക. അതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഡയറക്റ്റായിട്ട്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഷർട്ട് വേണ്ട, ഒരു ഫർണിച്ചർ ഷോപ്പാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫർണിച്ചർ വാങ്ങി ഇതൊക്കെ ഒന്ന് അസംബിൾ ചെയ്തു. ഈ ഫർണിച്ചറിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി, അതുപോലെ തന്നെ ആ ഫർണിച്ചർ അസംബിൾ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തൊക്കെ കോസ്റ്റ് വരും? ആദ്യം ഫർണിച്ചറിൻ്റെ മെറ്റീരിയൽ വാങ്ങണം. അപ്പോൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്ര ഉണ്ടാവും? ഒരു മെറ്റീരിയലിന് 50,000 റുപ്പീസായി. അതുപോലെ തന്നെ അതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതാര് ഫിറ്റ് ചെയ്യൽ? ആശാരിമാർ ഫിറ്റ് ചെയ്യുക. ആശാരിമാർ അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ലേബർ കൊടുക്കണം. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള, അത് നമ്മൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസാണ് ലേബർ. അപ്പോൾ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള അതിന് ഡയറക്റ്റ് ലേബർ എന്ന് പറയും. അപ്പോൾ ഈ ഡയറക്റ്റ് ലേബർ കൊടുക്കുമ്പോൾ എത്ര കൊടുക്കണം? ഒരു 10,000 റുപ്പീസാണ് ഡയറക്റ്റ് ലേബർ എന്ന് വിചാരിച്ചോളൂ. നമ്മൾ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായി? 60,000 റുപ്പീസ് നമുക്ക് കോസ്റ്റ് വന്നു. ഇനി ഇപ്പോൾ നമ്മൾ ഇത് കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടാണ് എടുക്കുന്നത് വെച്ചാൽ ഇത് നേരെ അങ്ങ് എടുക്കാൻ കഴിയില്ലല്ലോ നമുക്ക്. അതായത് ലേബറും ഇത് രണ്ടും മാത്രം പോരല്ലോ. ഇതിപ്പോൾ ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ട് വരും ചിലപ്പോൾ. കാരണം നമ്മൾ കട്ടിങ്ങിന്, അതുപോലെ തന്നെ ഷേപ്പാക്കാൻ, പോളിഷ് ചെയ്യാൻ, അതിനൊക്കെ ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ടാവും. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ എക്സ്പെൻസസ് ഒക്കെ പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാനുള്ള കോസ്റ്റാണ്. അപ്പോൾ ഈ കോസ്റ്റിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക? ഡയറക്റ്റ് എക്സ്പെൻസസ്, അതായത് ഡയറക്റ്റ് കോസ്റ്റസ് എന്ന് പറയും. അപ്പോൾ ഈ ഡയറക്റ്റ് കോസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇതിന് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, അതുപോലത്തെ അല്ലറ ചില്ലറ എക്സ്പെൻസസ് ഡയറക്റ്റ് ആയിട്ടുള്ളത് എന്തുണ്ടാവും? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. അപ്പം എത്ര വരും? 65,000 ആണ് നമ്മളുടെ മാനുഫാക്ചർ ചെയ്യാൻ വന്ന കോസ്റ്റ്. ഇനി ഈ കോസ്റ്റിനുള്ള ഈ ഐറ്റം നമ്മൾ എന്ത് ചെയ്യാണ്? സെയിൽ ചെയ്യാണ്. എത്രക്കാണ് സെയിൽ ചെയ്യുന്നത്? 1 lakh റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 1 lakh റുപ്പീസിന് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ഉണ്ട് പ്രോഫിറ്റ്? ഇത് കോസ്റ്റ്
65,000 റുപ്പീസ്. കോസ്റ്റ് കുറച്ചാൽ എത്ര ഉണ്ട്? പ്രോഫിറ്റ് എത്ര ഉണ്ട്? 35,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇതിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. കാരണം ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് കൂട്ടിയിട്ട് ആ എക്സ്പെൻസസ് നമ്മൾ സെയിൽ ചെയ്തതിന് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഇത്. ശരിക്കും ഈ എക്സ്പെൻസ് മാത്രമാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ നമുക്ക് വരിക. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ വെറും പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കോസ്റ്റ് അത് മാത്രമാണ് നമുക്ക് വരിക? അല്ലല്ലോ, ഇഷ്ടംപോലെ വേറെ കോസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ റെൻറ്റ്, നമ്മൾ ഒരു ബിൽഡിങ്ങിലായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഫാക്ടറി അല്ല, ഫാക്ടറിൻ്റെ റെൻ്റൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ളതിലാണ് വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് കോസ്റ്റിങ്ങിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും, ഈ നമ്മൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഡിസ്പ്ലേക്ക് വെക്കുന്നതും സെയിലിന് ഫർണിച്ചർ ഷോപ്പ് നോക്കിയാൽ അത് ഡിസ്പ്ലേക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് സെറ്റാക്കിയിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ റെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ഉണ്ടാവും, സെയിൽസ്മാൻ ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അവർക്ക് സാലറി കൊടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ നമ്മുടെ കമ്പനീൻ്റെ കോസ്റ്റാണ്. അപ്പോൾ ഈ കോസ്റ്റൊക്കെ നമ്മൾ എവിടെ റിക്കവർ ചെയ്യും? അപ്പം അതിനെയാണ്. അപ്പം ഇത് നമ്മൾ എന്ത് പറയും, ഇത് ഗ്രോസ് പ്രോഫിറ്റ് വരെയുള്ള ഐറ്റത്തിന് പറയുന്ന പേരാണ് എന്ത്, ഐറ്റംസ് നമ്മൾ വരിക ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഞാനിപ്പോൾ ചെയ്തില്ലേ ഈ കാൽക്കുലേഷൻ, ഇതേ സാധനം തന്നെ നമ്മളൊരു അക്കൗണ്ടിങ്ങിൽ ലെഡ്ജർ രൂപത്തിൽ ചെയ്യുന്നതെന്ന്. അതാണ് എന്ത്, ട്രേഡിംഗ് അക്കൗണ്ട്. ഇതേ സാധനം ഞാൻ ചെയ്ത് കാണിച്ചുതരാം. പർച്ചേസ്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് എത്ര രൂപ? 50,000 റുപ്പീസ്. അതുപോലെ തന്നെ എന്തുണ്ട്, ലേബർ ഉണ്ട്, ഡയറക്റ്റ് ലേബർ 10,000 റുപ്പീസ്. അതുപോലെ തന്നെ വേറെ എന്താ ഉള്ളത്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് 5,000 റുപ്പീസ്. 1 lakh റുപ്പീസിന് നമ്മൾ സെയിൽ ചെയ്തു. എന്നിട്ട് നമ്മൾ അക്കൗണ്ട്സിൽ ലെഡ്ജർ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ടോട്ടൽ എടുക്കല്ല ചെയ്യുക. ഇപ്പോൾ ഇവിടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 65,000 ആണ്, ഇവിടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1 lakh ആണ്. അപ്പോൾ ഇതിൽ ഏതാണോ ടോട്ടൽ വലുത് എന്ന് നോക്കുക. എന്നിട്ട് ആ ടോട്ടൽ അടിയിൽ രണ്ടിൻ്റെ അടിയിലും ഒരേ ടോട്ടൽ ചെയ്ത് 1 lakh 1 lakh. ഇപ്പോൾ ഇവിടെ ഒരു ബാലൻസ് ഉള്ള എമൗണ്ട് ഉണ്ടാവില്ലേ, ഈ ബാലൻസ് ഉള്ള എമൗണ്ട് ആണ് എന്ത്, നമ്മുടെ പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എഴുതാം. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഡൗൺ എന്നാണ് നമ്മൾ ലാസ്റ്റുള്ള ഈ ബാലൻസ് ക്യാരി ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്ന ഫിഗറില്ലേ, അതിനെ നമ്മൾ ക്യാരിഡ് ഡൗൺ എഴുതിയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം ഇത് എത്രയാണ് എമൗണ്ട്? 35,000 റുപ്പീസ്. അപ്പം ഇങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവുക. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം ഈ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത് വരുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കമ്പനിക്ക് അത്ര ഈ ഒരു മാനുഫാക്ചറിങ് എക്സ്പെൻസ് മാത്രമല്ല ഉള്ളത്, ബാക്കിയുള്ള കുറേ എക്സ്പെൻസ്. അപ്പോൾ ആ എക്സ്പെൻസസ് നമുക്ക് എവിടെ കവർ ചെയ്യണം? അപ്പോൾ അതിനുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിക്ലെയർസ് എമൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 35,000 റുപ്പീസ് ട്രേഡിംഗ് അക്കൗണ്ടിലുണ്ട്. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ളത് എന്ത് ചെയ്യും, ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരും. ഇതിൻ്റെ ബാലൻസ് ഏതാന്ന് നോക്കും. ഇത് നമ്മൾ നോക്കുമ്പം ഈ ഡെബിറ്റ് സൈഡിലാണ് കിടക്കുന്നത് എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് അല്ല, ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇതിൽ ഏത് ഭാഗത്താണ് കനം കൂടുതൽ? കനം കൂടുതൽ മീൻസ് എമൗണ്ട് കൂടുതൽ എവിടെയാണ്? സെയിൽ 1 lakh ഉണ്ട്, ഇവിടെ കോസ്റ്റ് 65,000 ഉണ്ട്. അപ്പം ഈ ഭാഗത്താണ് കനം കൂടുതൽ അഥവാ എമൗണ്ട് കൂടുതലുള്ളത്. അപ്പം ഈ ഭാഗത്തേക്കുള്ള സാധനമാണ് 35,000 റുപ്പീസ്. ഈ ഭാഗത്ത്
ഇപ്പം ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിനേക്കാളും എക്സ്ട്രാ ഉള്ള എമൗണ്ടിനാണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണല്ലോ വരിക. പിന്നെ നേരെ തിരിച്ച് ലോസ് ആണെങ്കിൽ എവിടെ വരിക? തിരിച്ച് അപ്പുറത്തെ സൈഡിലാണ് വരിക. അപ്പം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഉള്ളത് എല്ലാം ഇൻകം ആണെങ്കിലും നമ്മൾ ബാലൻസ് ചെയ്യുമ്പം ഏതാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുക. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റിനെ ബാലൻസ് ചെയ്തതാണ് ഡെബിറ്റ് സൈഡിലാണ് ഗ്രോസ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യും? P&L പോകുമ്പോൾ അത് അടിയിലേക്ക് വരും. അതായത് അടിയിലേക്ക് വരുമ്പം P&L പോകുമ്പം നേരെ ഇടത്തെ സൈഡിലേക്ക് പോകും. അതായത് ശരിക്കും അത് നമ്മുടെ പ്രോഫിറ്റാണ്, അതൊരു ഇൻകമാണ്. ഈ ബാലൻസ് ഇൻകമാണ്, ഇത് പ്രോഫിറ്റ് അല്ലേ, ഇത് ഇൻകമാണ്. അപ്പോൾ ഈ ഇൻകം എങ്ങോട്ടാണ് പോവുക? ഇൻകം സൈഡായിട്ടുള്ള ക്രെഡിറ്റ് സൈഡിലേക്ക് പോകും. അത്രയാണ് പറയുന്നത്. ഇനി നേരെ മറിച്ച് ലോസ് ആണെങ്കിൽ നേരെ ലോസ് സൈഡ് ഏതാണ്? ഡെബിറ്റ് സൈഡ് ഏതാണ്? ഡെബിറ്റ് സൈഡിലേക്ക് ഈ സൈഡിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മളെ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ. ഇത് നേരത്തെ നമ്മൾ ക്യാരി ഡൗൺ എന്നാണ് എഴുതിയത്. ഇവിടേക്ക് ബ്രോഡ് ഡൗൺ ബ്രിങ് ചെയ്തു, നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ബ്രോഡ് ഡൗൺ എത്രയാണ്? 35,000 rupees ആണുള്ളത്. ഇനി ഇവിടെ എന്തൊക്കെ എക്സ്പെൻസസ് ആണുള്ളത്? ഞാൻ പറഞ്ഞു റെൻ്റ് ഉണ്ട്, റെൻ്റ് ഒരു 5,000 ആണ്. സാലറി കൊടുക്കാനുണ്ട്, സാലറി എത്രയാണ്? ഒരു 10,000 rupees ആണ് സാലറി. അതുപോലെ തന്നെ വേറെ എക്സ്പെൻസസ്, എന്തൊക്കെ എക്സ്പെൻസസ് വേറെ ഉണ്ടാവുക? മിസ്ലേനിയസ് അല്ലെങ്കിൽ ജനറൽ എക്സ്പെൻസ് ഒരു 5,000 rupees. ടോട്ടലായി എത്ര എക്സ്പെൻസ് ഉണ്ട്? 20,000 rupees എക്സ്പെൻസ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഏതാ കൂടുതൽ? ഇൻകം സൈഡ് തന്നെയാണ് കൂടുതൽ. ഗ്രോസ് പ്രോഫിറ്റ് 35,000 തന്നെയാണ് കൂടുതൽ. അപ്പം ഇതിലേക്കാണ് എന്ത് വരിക? ഇതാണ് ഇൻഡയറക്റ്റ് ഇൻകംസ്. ഇൻഡയറക്റ്റ് ഇൻകംസ് ഒക്കെ ഇവിടേക്കാണ് വരിക, ഈ P&L. ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടേക്ക് എടുക്കും, അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം. അതിൻ്റെ കൂടെ ഇവിടെ ഇനിയിപ്പം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതുപോലെ തന്നെ GST കളക്റ്റഡ്, അങ്ങനത്തെ കുറേ ഇൻകംസ് ഉണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഇൻകംസ് ഒക്കെ ഈ P&L-ലാണ് കിടക്കുക. എല്ലാ ഇൻകംസും നമ്മൾ P&L കാണിക്കും. എന്നിട്ട് നമുക്ക് ടോട്ടലായിട്ടുള്ള എക്സ്പെൻസസ് എത്ര ഉണ്ട് നോക്കിയിട്ട് ലാസ്റ്റ് നെറ്റായിട്ട് നമ്മുടെ കയ്യിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. P&L നമുക്ക് അറിയാം. അപ്പം ഇവിടെ ടു നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എത്ര ഉണ്ടാവും? 35,000. 20,000 മൈനസ് ചെയ്താൽ 15,000 rupees ആണ് എന്ത്? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. നെറ്റായിട്ട് നമുക്ക് ഉള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000 rupees. അപ്പം ഇതാണ് എന്ത്? P&L അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും P&L അക്കൗണ്ടും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ലെഡ്ജേഴ്സിൻ്റെ പറയുമ്പോഴൊക്കെ ചെയ്യും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ഇനി നമ്മൾ ഒന്നുകൂടി നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും. അപ്പം ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, എംപ്ലോയി ഹാഡ് ടേക്കൺ ഇൻവെൻട്രി വർത്ത് 1 lakh rupees. ഈ 1 lakh rupees എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെയിൽ വാല്യൂ 1 lakh ഉള്ള സാധനം നമ്മളെ എംപ്ലോയി എടുത്തു. കോസ്റ്റിംഗ് 75,000 rupees. അതായത് ഇത്രയും ഈ 65,000 പകരം 75,000 rupees കോസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് എംപ്ലോയി എടുത്തിട്ടുള്ളത്. In the event of default, the same was deducted from their salaries in the subsequent month. ഇത് ഡിഫാൾട്ട് ചെയ്തപ്പോൾ, അതായത് ഇയാൾ എന്ത് ചെയ്തു? ഇത് തിരിച്ചടച്ചില്ല. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്തു? നമ്മൾ ഇയാളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തു. ഈ എമൗണ്ട് സാലറിയിൽ നിന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമുക്ക് എൻട്രി വരിക? എന്താ വരിക?
നമുക്ക് ടു എന്താ വരും, ടു സെയിൽസ് ആണ് ശരിക്കും വരിക. എന്ത് ശരിക്കും ആദ്യം നമുക്ക് എങ്ങനെ എൻട്രി വരിക എന്ന് വെച്ചാല് ഫസ്റ്റ് ടൈം ടേക്കൺ ഓവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയി ഇത്ര എമൗണ്ടിന് ടേക്കൺ ഓവർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വരിക എന്ന് വെച്ചാൽ ആദ്യം തന്നെ എംപ്ലോയി നമ്മളെ സാധാരണ സെയിൽ ഉണ്ടല്ലേ, എംപ്ലോയി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ 1 lakh 1 lakh ഇങ്ങനെയാണ് ശരിക്കും വരിക. ആദ്യം തന്നെ സെയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ എംപ്ലോയി എന്ത് ചെയ്തു, പൈസ കൊടുത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്താ വരിക, എംപ്ലോയി ടു സെയിൽ അല്ല വരിക. അതിന് പകരം എംപ്ലോയി ടു സെയിൽ നമ്മൾ ഓൾറെഡി എൻട്രി ഇട്ടു. ഫസ്റ്റ് എൻട്രി എംപ്ലോയി ടു സെയിൽ ഇട്ടു. ഇനി രണ്ടാമത്തെ എൻട്രി നമ്മൾ ഇട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എംപ്ലോയി പൈസ തരാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്തു, എംപ്ലോയിന്റെ സാലറിയിൽ 1 lakh ഉണ്ട്. അപ്പൊ 1 lakh നമ്മൾ എന്ത് ചെയ്തു, ഈ സെയിലിൽ നിന്ന് നമുക്ക് 1 lakh നമ്മൾ പിടിച്ചു. അതായത് സാലറി നമ്മൾ കൊടുക്കില്ല, അത് നമ്മൾ ഇൻകായിട്ട് എടുത്തു. ഒരു സാലറി അക്കൗണ്ട് ഡെബിറ്റ് 1 lakh. സാലറി എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പെൻസ് ആണ്. നമ്മളുടെ എക്സ്പെൻസ് ഒരു എക്സ്പെൻസ് ആയിട്ടുള്ള സാലറി നമ്മൾ കൊടുക്കുന്നു. എങ്ങനെയാണ് കൊടുക്കുന്നത്, ടു എംപ്ലോയി അക്കൗണ്ട്. അതായത് എംപ്ലോയിക്ക് നമുക്ക് തരാനുള്ളത് വേവ് ചെയ്തുകൊണ്ട് എംപ്ലോയി നമുക്ക് തരാനുണ്ട് എന്നുള്ളത് ഇതൊരു അസറ്റാണ്. നമുക്കറിയാം അസറ്റ് ഇതൊരു പാർട്ടിയാണ്, ഡെപ്റ്റർ ആണ്. ഡെപ്റ്റർ നമ്മളെ അസറ്റാണ്. അപ്പം ഈ അസറ്റ് നമ്മൾ ഡിക്രീസ് ചെയ്യാണ്. അസറ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സാലറി കൊടുത്തു. അതായത് നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം എംപ്ലോയിന്റെ ഈ നമുക്ക് തരാനുള്ളത് ഇന്ന് ഒഴിവാക്കി കൊടുത്തു. ഈ ഒരു 1 lakh തരാനുള്ളത് തരണ്ട, അതിന് പകരം ഞങ്ങൾ എന്റെ സാലറി പിടിച്ചു. അപ്പൊ ഇങ്ങനെയാണ് എൻട്രി വരിക. ശരി, പക്ഷെ നമ്മള് കോമ്പൗണ്ട് ആയിട്ട് ഇടുമ്പോൾ ഇതിപ്പം എംപ്ലോയിക്കാണ് കൊടുക്കുന്നതിനെ കൊണ്ട് ഈ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മള് നോക്കി. ഈ സെയിൽ എന്തൊക്കെ വരിക എന്നുള്ളതും നമ്മൾ നോക്കി. അതിനാണ് ഞാൻ ഈ ട്രേഡിംഗ് അക്കൗണ്ടും PNL ഒക്കെ വരച്ച് കാണിച്ചു തന്നത്. ഈ സെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പർച്ചേസും അതായത് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ആ പർച്ചേസിന്റെ കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും അടങ്ങിയതാണ് എന്ത്, സെയിൽ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതിൽ 65,000 ആണ് നമ്മളെ കോസ്റ്റ്, അതുപോലെ തന്നെ 35,000 ആണ് നമ്മളെ പ്രോഫിറ്റ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂടിയിട്ടുള്ളതാണ് എന്ത് സെയിൽ എമൗണ്ട് എന്ന് പറയുന്നത്. സെയിൽ എമൗണ്ട് ഇത്രയാണ്. അതായത് നമ്മളെ പർച്ചേസ് കോസ്റ്റും അതുപോലെ തന്നെ നമ്മളെ പ്രോഫിറ്റും അടങ്ങിയതാണ് എന്ത്, സെയിൽ. അപ്പം നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എൻട്രി ഇടുന്നതാണ് നല്ലത്. എങ്ങനെ, നമ്മളെ സെയിലായിട്ട് കാണിക്കാതെ അടുത്ത മാസമാണല്ലോ നമ്മള് ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് സാലറി അടുത്ത മാസത്തെ സാലറിന്ന് നമ്മൾ പിടിക്കുന്നു. ഈ 75,000 കോസ്റ്റുള്ള ഐറ്റം 1 lakh വിറ്റു എംപ്ലോയിക്ക്. പക്ഷെ എംപ്ലോയി പൈസ ഇടാത്തതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത മാസത്തെ സാലറിന്ന് നമ്മൾ പിടിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എങ്ങനെ എൻട്രി ഇടാന്ന് വെച്ചാല് ആദ്യം തന്നെ എംപ്ലോയി അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ടു പർച്ചേസ്. അതായത് ഇതാണ് നമ്മുടെ കോസ്റ്റ് 75,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് 25,000. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യുക. എംപ്ലോയി അക്കൗണ്ടില്ല, സോറി, ഇത് സാലറി അക്കൗണ്ട് ഡെബിറ്റ്. ഇങ്ങനെയാണ് എൻട്രി ചെയ്യുക.
ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എൻട്രി ഇടേണ്ടതെന്ന് വെച്ചാൽ മറ്റേ എൻട്രി ആണെങ്കിലും ഇട്ടാലും ശരിയാണ്, ടു സെയിൽസ് ഇട്ടാലും ശരിയാണ്. ഇതിപ്പോ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഈ പർച്ചേസും പ്രോഫിറ്റും കൂടിയ നാളെ നമ്മളെ സെയില്. ഇങ്ങനെ എൻട്രി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. സാലറി ടു പർച്ചേസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത് ജസ്റ്റ് ഇതാ, ഇത് രണ്ടിന് ഇങ്ങനെ രണ്ട് എൻട്രി ഇടുന്നതിന് പകരം ഒറ്റ എൻട്രി ആയിട്ട് ഇടുന്നതേ ഉള്ളൂ. ആ എൻട്രിയാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. ഈ എൻട്രി ഇത് ഇവിടെ നോക്കൂ നിങ്ങള്. എംപ്ലോയി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്, സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു എംപ്ലോയി അക്കൗണ്ട്. ഇത് കണ്ടോ, ഒരു എംപ്ലോയി അക്കൗണ്ട് ഇവിടെ ഡെബിറ്റിലും ഉണ്ട്, ഇത് ക്രെഡിറ്റിലും ഉണ്ട്. ഇത് രണ്ടും എന്താണ്, വെട്ടിപ്പോവും. നമ്മൾ മൈനസും പ്ലസും പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെയാണ്. ഇത് +1 -1 കൂടി കൂട്ടിയാൽ അത്ര 0 അല്ലേ. അതിന് അതേപോലെ തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലുള്ളതും ക്രെഡിറ്റ് സൈഡിലുള്ളതും വെട്ടും. ഇപ്പൊ എന്താ വരുന്നത്, സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ. അപ്പം ഈ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ എന്നുള്ളത് നമ്മളൊന്ന് സെയിലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പർച്ചേസും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കി. ഇങ്ങനെയാണ് ഈ എൻട്രി വരുന്നത്. ഞാൻ ഈ എൻട്രി എങ്ങനെയാണ് വരുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറ്റിയും ട്രേഡിംഗ് അക്കൗണ്ടിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അത് നമുക്ക് ആ ഭാഗത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിലെ നെക്സ്റ്റ് പാർട്ട് നോക്കാം. Wages paid for the erection of machinery. ഈ ഇറക്ഷൻ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് എന്താണ് കേട്ടിട്ടുണ്ടോ? ഇറക്ഷൻ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനെ ഇറക്ഷൻ ഓഫ് മെഷീനറി എന്ന് പറയാം. അതായത് ഇറക്റ്റ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്, അങ്ങനത്തെ അതിനെ ഫിറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വലിയ മെഷീനറി വാങ്ങി, ഇപ്പോൾ നമ്മളൊരു പ്രിൻറ്റിങ്ങിൻ്റെ വലിയ മെഷീനറി വാങ്ങി, ഫ്ലക്സൊക്കെ പ്രിൻ്റ് ചെയ്യുന്നില്ലേ, അത് ഫ്ലക്സിൻ്റെ ഒരു വലിയ മെഷീനറി വാങ്ങി. അപ്പോൾ ആ മെഷീനറിക്ക് ഒരു കോസ്റ്റ് എത്ര ഉണ്ട്, ഒരു 10 lakh rupees കോസ്റ്റുള്ള ഐറ്റമാണ്. അപ്പം ഇത് ഇനി നമുക്ക് നമ്മളുടെ തറയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കോസ്റ്റ് ആകും. അതായത് അതിനാണ് ഇറക്ഷൻ ഓഫ് വേജസ് പെയ്ഡ് ഫോർ ഇറക്ഷൻ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട്. അതായത് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഫിറ്റ് ചെയ്യുന്നതിനുള്ള ചാർജസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ചാർജസ് എന്ന് പറഞ്ഞാൽ അതിനാണ് ഇറക്ഷൻ ഓഫ് മെഷീനറി ചാർജസ്, അതായത് വേജസ് ഫോർ ഇറക്ഷൻ ഓഫ് മെഷീനറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചാർജസ് എന്ന് പറയുമ്പോൾ ഇത് ആൾക്കാർ ഫിറ്റ് ചെയ്യുന്നതിനുള്ള ചാർജസ് ആണ്. അപ്പോൾ ഈ ചാർജസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. നമ്മളിങ്ങനെ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള തിയറീസും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കുറച്ച്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെൻഡിച്ചർ നോൺ റിക്കറിങ് ആണ്, ഇത് റിക്കറിങ് ആണ്. എൻ്റെ എഴുത്ത് ഭയങ്കര മോശമാണ്, നിങ്ങൾ കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. എഴുതിക്കൊണ്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി കിട്ടും. അപ്പോൾ നോൺ റിക്കറിങ് എന്ന് പറയുമ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ എക്സ്പെൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു മെഷീനറി ഫിറ്റ് ചെയ്താൽ ഇത് 2 ദിവസം കൂടുമ്പോൾ നമുക്ക്
മെഷീനറി ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്ത് വെച്ചാൽ അത് ഒരു കാലാകാലം അത് ഫിറ്റ് ചെയ്ത ആ കോസ്റ്റ് നമുക്ക് ആ ഫിറ്റ് ചെയ്യുന്ന ടൈമിലേ വരും. അപ്പം അങ്ങനത്തെ കോസ്റ്റസ് ആണെങ്കിൽ, അതായത് അങ്ങനത്തെ എക്സ്പെൻസസ് ആണെങ്കിൽ, എക്സ്പെൻസസ് വൺ ടൈം ഓർ ലോങ് ടേം ആയിട്ടുള്ള എക്സ്പെൻസസ് ആണെങ്കിൽ, ഇപ്പം 2-3 കൊല്ലത്തേക്കൊക്കെ വരുന്ന എക്സ്പെൻസസ് ആണെങ്കിൽ വിച്ച് ഇസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നോൺ റിക്കറിങ് ആണ്, അത് എപ്പോഴെപ്പോഴും സംഭവിക്കും. ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ റിക്കറിങ് ആയിട്ടുള്ള എക്സ്പെൻസസ്. ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഈ മെഷീനറി വാങ്ങി അതിന് ഓയിൽ, അതുപോലത്തെ ലൂബ്രിക്കൻസ് ഒക്കെ നമുക്ക് ഇടേണ്ടി വരും. ഓയിൽ ലൂബ്രിക്കൻസ് ഒക്കെ നമുക്ക് അതിന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ലൂബ്രിക്കൻസിനും ഓയിൽസിനും ഒക്കെ എന്താണ്, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ അതെന്താണ്, അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എക്സ്പെൻസ് ആയിട്ട് പോകും. ഇത് എക്സ്പെൻസ് ആയിട്ട് പോകും. ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ് ചെയ്യും. ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു മെഷീനറിൻ്റെ വാല്യൂ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫ്ലെക്സിൻ്റെ മെഷീനറി 10 lakh ആണ്. ഈ 10 lakhന് നമ്മൾ മെഷീനറി വാങ്ങിയാൽ എങ്ങനെയാണ് എൻട്രി വരിക? മെഷീനറി 10 lakh ടു ക്യാഷ് 10 lakh. ഇത് എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ്സിൽ വരും. ഫിക്സഡ് അസറ്റ്സിൽ ആണ് എന്തുണ്ടാവുക, മെഷീനറി എന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് അസറ്റിൽ നമുക്ക് കാണാം മെഷീനറി 10 lakh എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് P&L പോവില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കല്ല പോവുക. ഇത് എന്നിട്ട് നമ്മൾ ഇയേഴ്സ്, ഇതിപ്പോൾ ഒരു 5 years ആണ് ലൈഫ് എന്ന് വെച്ചാൽ, ആ 5 yearsലേക്ക് ഈ എക്സ്പെൻസിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് എടുക്കും. അപ്പം അങ്ങനെ ഉള്ള അതിന് പറയുന്ന പേരാണ് എന്ത്, ഡിപ്രീസിയേഷൻ. അതും പറഞ്ഞുതരാം. അപ്പം നമ്മളൊരു സാധാ എക്സ്പെൻസ് ആണെങ്കിൽ ഇത് എക്സ്പെൻസ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ കണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില്ലേ, ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക. പക്ഷേ ഇതങ്ങനെ പോവില്ല, കാരണം ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഈ മെഷീനറി മോർ ദാൻ 1 yearലേക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഈ അസറ്റിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞതല്ലേ, എന്താണ്, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് പറഞ്ഞതല്ലേ, എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അതിന് ലോങ് ടേം ലൈഫ് ആയിരിക്കും, അതായത് മോർ ദാൻ 1 year എന്തായാലും അതിൻ്റെ ലൈഫ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഐറ്റാണ് എന്ത്, മെഷീനറി. അപ്പോൾ ഈ മെഷീനറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 5 years. 5 years ഉള്ള മെഷീനറിക്ക് 10 lakh rupees ഉണ്ട്. അപ്പം ഓരോ ഇയർ നമ്മൾ ഇതിനെ എങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഇപ്പോൾ 10 lakh നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കും. ബാലൻസ് ഷീറ്റിലുണ്ടാവും നമ്മളെ മെഷീനറി എന്ന് പറഞ്ഞിട്ട് 10 lakh ആയിട്ടുണ്ടാവും. എന്നിട്ട് അതിനെ നമ്മൾ ഓരോ ഇയർ എൻഡ് ആകുമ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിൻ്റെ ഓരോ എക്സ്പെൻസ് നമ്മൾ ഓരോ ഇയേഴ്സ്, ഈ 5 yearsലേക്ക് വരുന്ന എക്സ്പെൻസ് ആണ് എന്ത്, ഈ മെഷീനറിൻ്റെ എക്സ്പെൻസ്. ഈ 10 lakh ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് ഇൻകർ ചെയ്യില്ല. ഈ 5 years ത്രൂ ഔട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് ആണ്. അതിനെ കൊണ്ട് ഓരോ ഇയറിലേക്ക് നമ്മൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി ആദ്യത്തെ ഇയറിലേക്ക് എത്ര വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് 10 lakh ഡിവൈഡഡ് ബൈ 5, ഇതാണ് SLM മെത്തേഡ്. ഇത് ഇങ്ങനെ കുറേ മെത്തേഡ് ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഈ SLM മെത്തേഡിൽ നോക്കുമ്പോൾ എത്രയുണ്ട്, 2 lakh ആണ് എന്ത്, ഓരോ ഇയറിൽ വരുന്ന കോസ്റ്റ്. ഓരോ ഇയറിൽ നമുക്ക് ഇത്ര കോസ്റ്റ്, 2 lakh കോസ്റ്റ് വരുന്നുണ്ട്. അതായത് 10 lakh ആണ് നമ്മുടെ വാല്യൂ, അപ്പം 2 lakh നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. ഈ 2 lakh കോസ്റ്റ് വരുന്നത്
ഈ 2 ലാക്ക് കോസ്റ്റ് വരുന്നത്, അപ്പം ഇത് ഓരോ ഇയറിൻ്റെ എൻഡിലാകുമ്പോൾ 2 ലാക്ക് നമ്മൾ P&L പോകും. ഇതിനാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രിസിയേഷൻ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇയർ എൻഡ് ആകുമ്പോൾ നമ്മളെ അസറ്റിൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റിൻ്റെ വാല്യൂ എത്ര ആവും? നമ്മൾ ആ ബാലൻസ് ഷീറ്റിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും. ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കേട്ട് വെക്കുക. അസറ്റിൻ്റെ വാല്യൂ നമ്മളുടെ ഇയർ 1 ഫസ്റ്റിൽ 2, അല്ല ഇയർ 0 2. ഇയർ 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര ആവും? 10 ലാക്കിൽ നിന്ന് 2 ലാക്ക് കുറഞ്ഞിട്ട് 8 ലാക്ക് ആവും ഇതിൻ്റെ വാല്യൂ. 2 ലാക്ക് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസ് ആയിട്ട് P&L കാണിക്കും. ഇയർ 1 P&L കാണിക്കും. ഇനി ഇയർ 2 വരുമ്പോൾ 8 ലാക്കിൽ നിന്ന് 2 ലാക്ക് പിന്നെയും കുറഞ്ഞ് 6 ലാക്ക് ആവും. അതുപോലെ തന്നെ 2 ലാക്ക് നമ്മൾ ആ ഇയറത്തെ P&L കാണിക്കും. അപ്പം അങ്ങനെയാണ് എന്ത് അസറ്റിനെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. അതായത് ലോങ് ടേമിലേക്കുള്ളതായതിനെ കൊണ്ട് നമ്മൾ അതിനെ ഓരോ ഇയറിലേക്ക് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുക. അപ്പം അതിനെ കൊണ്ട് നമ്മൾ ഓരോ എക്സ്പെൻസ് വരുമ്പം റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് നോക്കണം. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇത് അസറ്റിൻ്റെ കൂടെ വാല്യൂ കൂടുന്നതായിട്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഇത് നമ്മൾ അസറ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യുകയാണ്. കാരണം കുറച്ചുകൂടി ഇയേഴ്സിലേക്ക് നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് വരും. അപ്പം ഈ കോൺസെപ്റ്റ് അസറ്റിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അസറ്റായിട്ടാണ് വരിക. അപ്പോൾ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇത് നേരെ P&L പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ഓയിൽ അങ്ങനത്തെ ചെറിയ ചെറിയ എക്സ്പെൻസസ് ഇത് ക്യാപിറ്റലായിട്ടുള്ള ഇത് ഇയേഴ്സിലേക്ക് പോകാൻ സാധ്യതയുള്ള, അതായത് ഇനി ഇൻകർ ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത അങ്ങനത്തെ എക്സ്പെൻസസ് ആണ് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പം ഈ ഇറക്ഷൻ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. വേജസ് പെയ്ഡ് ഫോർ ഇറക്ഷൻ ഓഫ് മെഷീനറി. അപ്പോൾ എന്താണ് എൻട്രി വരിക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിൻ്റെ കൂടെ കാണിക്കണം. അസറ്റിൻ്റെ കൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് 15,000 ടു ക്യാഷ് ആയിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത്. ടു ക്യാഷ് മെഷീനറിൻ്റെ വാല്യൂ കൂടി. ഇങ്ങനെയാണ് എൻട്രീസ് നമ്മൾ ഒന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി അടുത്തത് ലോങ് ഡ്യൂ ലയബിലിറ്റീസ് ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് 70,000 വാസ് പെയ്ഡ് ഓഫ് ബൈ പെറ്റി ക്യാഷ്. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇതിൽ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ആദ്യം നമുക്ക് പെറ്റി ക്യാഷ് എന്താണെന്ന് നോക്കാം. പെറ്റി ക്യാഷ് എന്താണ്? പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പെറ്റി ക്യാഷ്. ഇത് നമ്മളെ കമ്പനിയിൽ ക്യാഷ് ഉണ്ടാവും, സാധാ ക്യാഷ് ഉണ്ടാവും. ക്യാഷ് ഒരു 1 ലാക്ക് ഉണ്ട്. ഇത് നമ്മുടെ കമ്പനീൻ്റെ കയ്യിലായിരിക്കും. കയ്യിൽ മീൻസ് ഓണറിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും. അപ്പോൾ നമുക്കൊരു അക്കൗണ്ടൻ്റ് ഉണ്ടാവും. അക്കൗണ്ടൻ്റോ അല്ലെങ്കിൽ ക്യാഷ്യറോ നമ്മളെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന ആളുണ്ടാവും. അയാളുടെ കയ്യിൽ എന്തെങ്കിലും ക്യാഷ് വേണ്ടി വരും. അയാൾക്ക് കിട്ടുന്ന ക്യാഷ് ഉണ്ടാവും. അതുപോലെ തന്നെ അയാളെ കയ്യിൽ കുറച്ച് ക്യാഷ്, ഒരു 10,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യും? ഈ ക്യാഷിൽ നിന്ന് 10,000 റുപ്പീസ് ഇയാളുടെ കയ്യിൽ കൊടുക്കും. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ, ചെറിയ ചെറിയ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇയാളുടെ കയ്യിൽ പൈസ കൊടുക്കും. ഈ പൈസയിൽ ഇത്ര ക്യാഷിൽ നിന്ന് നമ്മളെ അക്കൗണ്ടൻറ്റിനൊക്കെ കൊടുക്കുന്ന ചെറിയ പൈസ, ചെറിയ ചെറിയ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ, ഇതിനെയാണ് എന്ത് പെറ്റി ക്യാഷ് എന്ന് പറയുന്നത്. പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വരുന്ന പൈസയാണ്. അപ്പോൾ ഈ പെറ്റി ക്യാഷ് നമ്മൾ ഇടുമ്പോഴുള്ള എൻട്രി എന്താണെന്ന് വെച്ചാൽ പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇതൊരു കോൺട്രാ എൻട്രിയാണ്. കോൺട്രാ എൻട്രി മീൻസ്
ഈ പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് തന്നെയാണ്, അസറ്റ് തന്നെയാണ്. ക്യാഷിൻ്റെ അണ്ടറിൽ വരുന്ന സാധനം തന്നെയാണ് എന്ത്, പെറ്റി ക്യാഷ്. എന്നിട്ട് നമ്മളെ എക്സ്പെൻസ് വരുമ്പം, ഇപ്പം നമ്മളൊരു എക്സ്പെൻസ് വരികയാണ്, ഇപ്പം ഈ അക്കൗണ്ടൻറ്റിന് ഒരു ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാനുണ്ട്. നമ്മളെ കമ്പനിയിലേക്ക് ഒരു ആൾ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ ലോഡ് വന്നു, ട്രാൻസ്പോർട്ടേഷന് പെട്ടെന്ന് പൈസ അക്കൗണ്ടൻറ്റിനോട് നമ്മൾ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പെറ്റി ക്യാഷിൽ നിന്ന് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് വരും, ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് ഡെബിറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. 1000 rupees ആണെങ്കിൽ 1000 rupees. ഇത് കണ്ടോ, പെറ്റി ക്യാഷ് ആയിട്ട്. ഇത് നമ്മൾ ക്യാഷിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വേറെ അസറ്റ് അല്ല, ക്യാഷ് തന്നെയാണ്. അതിനൊരു ചെറിയ കുറച്ച് ക്യാഷ് ആയതിനെ കൊണ്ട് നമ്മൾ പെറ്റി ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പെറ്റി ക്യാഷിൻ്റെ കോൺസെപ്റ്റ്. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ലോങ് ഡ്യൂ ലയബിലിറ്റി ഓഫ് proprietors 70,000 was paid off by petty cash. Long due liabilities of proprietors. Proprietor എന്ന് പറഞ്ഞാൽ ആരാ? പ്രൊപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ആണ്. അപ്പം ഓണേഴ്സിൻ്റെ ലയബിലിറ്റി എത്ര ഉണ്ട്, 70,000 rupees. 70,000 rupees ഉണ്ട് ഓണേഴ്സിൻ്റെ ലയബിലിറ്റി, അതായത് ഓണറിൻ്റെ പേഴ്സണൽ ലോൺ. പേഴ്സണലായിട്ട് 70,000 rupees ഓണറിൻ്റെ ലയബിലിറ്റി ഉണ്ട്. ഈ പേഴ്സണലായിട്ടുള്ള ഓണറിൻ്റെ ലയബിലിറ്റി എന്ത് ചെയ്തു, നമ്മൾ പെറ്റി ക്യാഷിൽ നിന്ന് എടുത്ത് കൊടുത്തു. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൽ നിന്ന് എടുത്ത് ഓണറിൻ്റെ ബിഹാഫിൽ കൊടുത്തു. അപ്പോൾ എന്താ എൻട്രി വരിക, അതെന്താണ്, അതൊരു ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണർ നമ്മുടെ കമ്പനിയിലേക്ക് പൈസ ഇറക്കുകയാണെങ്കിൽ അതിന് ക്യാപിറ്റൽ എന്ന് പറയും. നമ്മൾ നോക്കിയതാണ്. അതുപോലെ തന്നെ അത് തിരിച്ച് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എൻട്രി ഇടാമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഓണറിൻ്റെ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് 70,000 rupees ടു എന്താണ്, പെറ്റി ക്യാഷ് അക്കൗണ്ട് 70,000 rupees. ഇങ്ങനെയാണ് എൻട്രി വരിക. ഡ്രോയിങ്സ് എത്രയാണ്, ഡ്രോയിങ്സ് 70,000 rupees ആണ്. പെറ്റി ക്യാഷ് 70,000 rupees. പെറ്റി ക്യാഷിൽ നിന്ന് നമുക്ക് 70,000 rupees പോയി. എന്തായിട്ടാണ് പോയത്, അത് ഡ്രോയിങ്സ് ആണ്. അതായത് ഓണർ വിഡ്രോ ചെയ്തതാണ്. ഈ ഡ്രോയിങ്സ് ഓണറിൻ്റെ ക്യാപിറ്റൽ, നമ്മൾ ലയബിലിറ്റി ഇല്ലേ, ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് ഓണറിൻ്റെ ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ നോക്കാം, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റിയിൽ അതിന്ന് ഡ്രോയിങ്സ് കുറയും. അങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി. നമ്മൾ ലയബിലിറ്റി അതിനെ മാറ്റി പറഞ്ഞു. എന്നിട്ട് പർച്ചേസസ് ഗുഡ്സ് ഫ്രം നവീൻ അറ്റ് എ ലിസ്റ്റ് പ്രൈസ് ഓഫ് 2 lakh. 2 lakh വാല്യൂ ഉള്ള ഗുഡ്സ് നമ്മൾ വാങ്ങി. ഈ അലൗഡ് 10% ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് 5,000 ക്യാഷ് ഡിസ്കൗണ്ട് ഫോർ ക്വിക്ക് പേയ്മെൻറ്റ്. ഇത് നമ്മൾ ഓൾറെഡി നോക്കിയ കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് എൻട്രി മാത്രമല്ല, പർച്ചേസിന് ഗുഡ്സ് ഫ്രം നവീൻ അറ്റ് ലിസ്റ്റ് പ്രൈസ് ഓഫ് 2 lakh. 2 lakh rupeesന് നമ്മൾ ഗുഡ്സ് വാങ്ങി. ഗുഡ്സ്, അപ്പം ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്, പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് 2 lakh. 2 lakh വാല്യൂ ഉള്ള ഗുഡ്സ് നമ്മൾ വാങ്ങി. എങ്ങനെയാണ് വാങ്ങിയത്, നവീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത്. എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതാണ്. 10% ഡിസ്കൗണ്ട് അലോ ചെയ്തു. ഏത്, ട്രേഡ് ഡിസ്കൗണ്ടാണ് അലോ ചെയ്തത്. അപ്പോൾ നമ്മളെ പർച്ചേസിൻ്റെ വാല്യൂ 2 lakh അല്ല, 2 lakh ഇൻറ്റു 19% ആണ്. അതായത്
1,80,000 ആണ് നമ്മളെ പർച്ചേസിൻ്റെ വാല്യൂ വരും. ഇതെന്തെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഈ പർച്ചേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണോ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കോസ്റ്റ്, അതാണ് ഈ പർച്ചേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് MRP റേറ്റ്, എന്ന് വേണമെങ്കിൽ പറയാം. 10% ട്രേഡ് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 90% നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. MRP 2 lakh ഉണ്ട്, അതിൻ്റെ 90%, അതായത് 1,80,000 ആണ് നമ്മൾ എന്ത് ചെയ്യും പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 1,80,000 ആ ട്രേഡ് ഡിസ്കൗണ്ടിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അതിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1,80,000 ആണ് എന്ത് പർച്ചേസിൻ്റെ വാല്യൂ. 1,80,000 ടു ക്യാഷ് എത്രയാണ് കൊടുത്തത്, അല്ലെങ്കിൽ ടു ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് നമുക്ക് 5,000 അലോ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, അതൊരു ഇൻകമാണ്. ഇൻഡയറക്റ്റ് ഇൻകത്തിൽ ക്യാഷ് ഡിസ്കൗണ്ട് ഇൻഡയറക്റ്റ് ഇൻകവും, അതുപോലെ തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മളെ പർച്ചേസ് ആയിട്ടുള്ള എക്സ്പെൻസിൽ നിന്ന് കുറയുകയാണ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ക്യാഷ് ഡിസ്കൗണ്ട് 5,000 ടു ക്യാഷ് 1,75,000 rupees. ഇങ്ങനെയാണ് 3 എൻട്രീസ് ആണുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിനെ പറ്റിയും P&L പറ്റിയൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മളെ ലെഡ്ജർ പോസ്റ്റിങ് അതുപോലത്തെ കാര്യങ്ങൾ നോക്കാം. എൻട്രീസ് കുറേയൊക്കെ നമ്മൾ കവർ ചെയ്തു, കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻട്രീസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും എൻട്രീസ് ഉണ്ടാവും. ഞാൻ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേണമെങ്കിൽ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾ എടുത്തോളൂ എൻട്രീസൊക്കെ. അപ്പം ഇങ്ങനെയുള്ള എൻട്രീസൊക്കെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എൻട്രീസ് ഒന്നൊരു വിഷയമുള്ള കാര്യമില്ല. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം.